ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആൻഡ് ദിസ് ഇസ് 101 രുചിയിടങ്ങൾ. സാധാരണ ഞാൻ മോർണിംഗ് ടൈമിൽ അല്ലെങ്കിൽ രാവിലെയാണ് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് ഭയങ്കര അടിപൊളിയായിട്ട് പ്ലസൻ്റായിട്ട് യാത്ര ഇങ്ങോട്ടേക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷേ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വർക്കലയിലാണ് ഇൻഡ എന്ന് പറയുന്നൊരു കഫേയിലായിരിക്കും പോകുന്നത്. അവിടെ തന്നെ അവർക്ക് സ്റ്റേ ഫെസിലിറ്റി ഉണ്ട്. സോ അവിടെയായിരിക്കും ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സോ ഐ ആക്ച്വലി തോട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു മോർണിംഗ് ബ്ലിസ്സോടെ ഇൻട്രൊഡക്ഷനൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞ് സ്റ്റേ ചെയ്യുന്ന ഇന്ത്യയുടെ ആ ഒരു ഹോം സ്റ്റേയുടെ അവിടെ നിന്ന് കെഫേൻ്റെ ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ആംബിയൻസ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഈ വർക്കല എന്തുകൊണ്ടാണ് എല്ലാവരും വരണം ചില്ല് ചെയ്യാൻ ഈവനിങ്ങിൽ എന്ന് പറയുന്നതെന്നുള്ളതിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഈ ഒരു ആംബിയൻസ് ഇറ്റ്സ് ടു ഗുഡ്. ഒരു ലൈറ്റ് മ്യൂസിക്, പിന്നെ എന്താ പറയുക ഒരുപാട് തിരക്കൊന്നുമില്ല, നല്ല നല്ല ഫുഡ്, പിസ്സ അല്ലെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക ഫ്രഷ് ജ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐസ് ടീ ആയിക്കോട്ടെ അങ്ങനത്തെ ടൈപ്പ് അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ടൈപ്പ് കഴിക്കാൻ പറ്റുക, അങ്ങനത്തെ ഒരുപാട് രീതിയിലുള്ള ഒരു കെഫെ. അപ്പോൾ അങ്ങനത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരിക്കും. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴായിരിക്കും അങ്ങനത്തെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചില്ലിങ് സ്പോട്ടൊക്കെ നമ്മൾ കാണുക. പക്ഷേ ട്രിവാൻഡ്രത്ത് വർക്കല എന്ന് പറയുന്നിടത്ത് ക്ലിഫിൽ പോകും, നമ്മൾ ബീച്ച് കാണും, അതിനപ്പുറം ഉള്ളൊരു ആംബിയൻസ് എനിക്ക് തോന്നുന്നു പൊതുവേ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഫാമിലീസ് ഫ്രണ്ട്സ് സർക്കിളൊക്കെ അയക്കാൻ എഗ്രി അതൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇൻട്രൊഡക്ഷൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞിടാം, എന്നിട്ട് പയ്യെ ഫുഡും കാര്യങ്ങളും ഇവിടുത്തെ മോർണിംഗ് ആംബിയൻസും ഒക്കെ കാണിക്കാൻ വിചാരിച്ചു. അപ്പം പ്രേക്ഷകരെ ഇപ്പം ഞാൻ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഇന്ത്യ കഫേയിലാണ്. ഞാനിപ്പോൾ ഇത്ര സൈലൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അത് വേറൊരു റീസൺ, കാരണം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെ ഭയങ്കര അലമ്പാക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. Shawty might want the truth, but you know me, I don't play by rules. But she was running around in my coupe, I know she's sorry. എൻ്റെ പിജ്ജ ആണെന്ന് തോന്നുന്നു വരുന്നതെന്ന്. അതെ. Hello. Good evening. Here's your pizza. Thank you. Can you just join with Sure, me? of Because course. I know that you are running the whole thing. Yes. What's your name? Alina. Hey, that's my name. Really? My name is Elena. Alina. Yeah. Nice to meet you. പേരെന്താ? എൻ്റെ പേര് Alina. Okay, so like, are you serious? Your name is Alina? Of course, Okay, sure. perfect. It's very regular name for Ukrainian girl. Really? My age. My name Elena. It's a Russian name. Okay. Yay! Yay! High five. പൊളി. പിന്നെ അല്ല നമ്മുടെ ടീം വന്നൊക്കെ മലയാളം മനസ്സിലാവോ? കുറച്ച് അറിയാം, കുറച്ച് മനസ്സിലായി. ഇടി കളി. എത്ര വർഷമായിട്ട് വർക്കലയിൽ? ഇതെന്താ ഞാൻ ഇങ്ങനെ പറയുന്നത്? 1 sec. എത്ര വർഷമായി വർക്കലയിൽ വന്നിട്ട്? 6 വർഷം. മലയാളം അറിയാമല്ലോ. Okay, just a little bit. I can understand and speak, but mostly English. Okay. But in 6 years, yeah, I got a little bit of So you're from Malayalam lessons. Ukraine? Yeah, I'm from Ukraine. ഓക്കെ. ഈ ദിലീപേട്ടൻ്റെ ഒരു പടത്തിലാണ് നമ്മൾ ഉക്രൈനിനെ പറ്റി കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ അലീനേനെയാണ് കാണുന്നത് ഉക്രൈനിൽ നിന്നും. ഐ തിങ്ക് ദിസ് വൈബ് ഇസ് വാട്ട് പീപ്പിൾ ലൈക്ക്, but morning it's a different ambience. Yes, completely different. And ambience. I think the breakfast is which gets the 5-star here. Yeah, our breakfast is a continental breakfast here, Okay. and the main thing about our breakfast is that you can get it all day long. It means no matter when you wake up, it's like sometimes it's bothering you a lot during your Perfect travel. for all Kerala teenagers. Okay. Breakfast at any time എന്ന് പറയുന്നത് ഏത് സമയത്ത് എണീറ്റ് വന്നാലും അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I think you get breakfast at this time also. Of course, at this time also. Even if you wake up, it's morning for you now. It will be your breakfast Actually, time. it's morning for us now. Okay. കൊള്ളാം. Okay. അപ്പോൾ എന്തായാലും right now I'm going to have this. Of course. Okay. Tomorrow morning I make sure I wake up early because I want to know the whole ambience out here. Okay, I will show you around. Yeah. So I'll wake up early, I'll come here, I'll have your breakfast, and let's see what your breakfast is. Of course. Get sure. me something special. Definitely. Great. Sure, I will do. I'll meet you then. Okay. I'll meet you then. Okay. Enjoy your evening. Thank you so Bon much. appétit. See you. Yeah. Riding around in my car with someone else. അപ്പോൾ കഫേ ഇന്ത്യയിൽ നിന്നും ഞാനായിട്ട് ഓർഡർ ചെയ്തത് എൻ്റെ ഫേവറേറ്റ് ആൽഫ്രെഡോ പാസ്ത, വൈറ്റ് സോസ് പാസ്ത. പറയുമ്പോൾ തന്നെ വയറ് വെള്ളം വീഴുക. ഞാൻ ഭയങ്കര പാസ്ത ഫാനാട്ടോ. അയ്യോ, എനിക്ക് പാസ്ത എന്ന് പറഞ്ഞാൽ ഞാൻ ചത്ത് വീഴും, അങ്ങനത്തെ ടൈപ്പാണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഓഫർ ചെയ്തൊരു സംഭവമാണ് ഈ പിzzയും ഈ ജ്യൂസും. ദിസ് ഈസ് മിൻറ്റ് ലൈം ഉണ്ടല്ലോ, അതാണ്. ഈ പിzzനെ പറ്റി പറയുവാണെങ്കിൽ
അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. ഇതിന് ക്വാട്രോ, ഒരു മിനിറ്റ് മെനു കടന്നെടുത്തോട്ടെ. ക്വാട്രോ ഫോർമാജോ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുന്ന് കുറേ എണ്ണം കണ്ടപ്പോൾ എല്ലാം വായിക്കാൻ പറ്റി, ഇത് മാത്രം എനിക്ക് വായിക്കൊള്ളുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനത് എന്താണെന്നുള്ളത് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇറ്റാലിയൻ ടൈപ്പാണ്. ഇതിൽ പനീറുണ്ട്, ചീസുണ്ട്, പാർമസീൻസ് ഉണ്ട്, അങ്ങനെ അടിപൊളിയായിട്ടുള്ള മോസല ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്, കാരണം അതിൻ്റെ മേളിൽ പനീർ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര കൊതിയായി കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ എന്താ ഇതിന്ന് എടുക്കുകയാണ്. ഭയങ്കര ട്രഡീഷണൽ രീതിയിലാട്ടോ, അത് ഒത്തിരി തിക്കൊന്നുമല്ല, നമ്മൾ സാധാരണ നമ്മൾക്ക് കഴിക്കുന്ന രീതിയിലുള്ള തിക്കായിട്ടുള്ള പിസയൊന്നുമല്ല, തിൻ ക്രസ്റ്റാണ്. ഇറ്റ്സ് നോട്ട് ബേൺഡ് ഓൾസോ ടു മച്ച്. And I can't blame her 'cause I play myself. I think I gotta find me someone. വാവ്, അടിപൊളി ടേസ്റ്റ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. പിസ്സ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര തിൻ ക്രസ്റ്റാണ്, ഒത്തിരി ചീസി അല്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് കഴിക്കുമ്പം അതിൻ്റെ ആ ഒരു സോസിൻ്റെ ഫ്ലേവേഴ്സും ജ്യൂസി പാർട്ടും ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പനീർ സൂപ്പർ, കൊള്ളാം. പിസ്സ മസ്റ്റ് ട്രൈ ആട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ജ്യൂസ് കുടിക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. ആരെയാ ദൈവനെ. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. വൺ തിങ്, ഈ പാസ്ത ഇത് സ്പാഗറ്റി അല്ല, മറ്റേ നൂഡിൽസിൻ്റെ ഇതാണ്. ആൻഡ് എൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് പറഞ്ഞത് ഇവിടെ തന്നെ ഇവർ പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഒന്നും വാങ്ങുന്നതല്ല. അതായത് ഈ നൂഡിൽസിൻ്റെ ഇതും ഇവർ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ സാധാരണ ഞാൻ ബാംഗ്ലൂർ കഴിക്കുമ്പോഴത്തേക്കും ഗാർലിക് ബ്രെഡ് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പം അവരെനിക്ക് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ എനിക്ക് ഗാർലിക് ബ്രെഡും ചെയ്ത് തന്നിട്ടുണ്ട്. അതും ഭയങ്കര എന്താ പറയുന്നത്, ലൈക്ക് ഗാർലിക്കൊക്കെ ഇട്ട് കറക്റ്റായിട്ട് പീസസ് അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ അരോമ ഉണ്ടല്ലോ, അതിൻ്റെ സ്മെല്ല് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര കറി. ഓക്കെ, ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ്. ഇത് കുറച്ച് നൂഡിൽസ് ടൈപ്പ് ആയതുകൊണ്ട് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെടും. ഞാൻ അത് എപ്പോഴും സ്പെഗറ്റി പറയുന്നത്, അതാകുമ്പോൾ എനിക്ക് ഒറ്റയടിക്ക് അങ്ങ് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കുറച്ച് ടാസ്ക്കാണ് കഴിക്കുന്നതുള്ളത്. ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് കുറച്ച് തിക്കായി പോയിട്ടുണ്ട്, എന്നാലും സാരമില്ല. ഓക്കേ, കുറച്ച് സോസും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അയ്യോ സോറി ചേട്ടന്മാര്, ക്യാമറ ചേട്ടന്മാരൊക്കെ നിൽക്കുക ഇവിടുത്തെ എപ്പോൾ പറഞ്ഞ് തീർക്കുമെന്ന് വിചാരിച്ചിട്ട്. ബട്ട് യമ്മി ടേസ്റ്റ്. അയ്യോ സത്യസന്ധമായിട്ട് പറയുവാണ്, ടച്ച് വുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഹോംലി ഫീൽ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിസ്സയും അടിപൊളി, പാസ്തയും അടിപൊളി, ഗാർലിക് ബ്രെഡ് പിന്നെ പറയണ്ട. ഇത് രണ്ടും അടിപൊളിയാകുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതും അടിപൊളി തന്നെ ആയിരിക്കും എന്നുള്ളത്. കാരണം ആ ഗാർലിക്കൊക്കെ പീസസ് അതുപോലെ തന്നെയുണ്ട്, അടിപൊളി. ഓ, എൻ്റെ ഡിന്നർ അടിപൊളി കുശാലായി. ഇന്ന് ഞാൻ സ്റ്റോറി ആയിട്ട് മരിക്കും. കാരണം ബാംഗ്ലൂരിലെ ഓരോ സ്റ്റോറീസൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവം ട്രിവാൻഡ്രത്ത് നിന്നിട്ട് എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ട്രസ്റ്റ് മീ, ഇന്നത്തെ ഈ ഒരു ഈവനിങ് ഈ ഒരു ആംബിയൻസിൽ ഇതുപോലെ എനിക്ക് ചില്ല് ചെയ്യാൻ പറ്റിയത് ഐ എം സോ ഹാപ്പി. അതും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്. വർക്കല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് പോകണം എന്നുള്ളത്. ട്രസ്റ്റ് മീ, വിത്ത് ഫാമിലി ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം. ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. പെറ്റ്സ് അലൗഡ് ആണ്, അതാണ് ഏറ്റവും വലിയൊരു എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. കാരണം പലയിടത്തും ട്രിവാൻഡ്രത്താണെങ്കിലും നമ്മൾ നമ്മുടെ പെറ്റ്സിനെയൊക്കെ വീട്ടിൽ നിർത്തിയിട്ടായിരിക്കും പലയിടത്തും ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നത്. പക്ഷേ ഇത് വർക്കലയിൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഞാൻ കണ്ടു, ഇവിടെ ഇന്ത്യ കഫേയിൽ യു ക്യാൻ ബ്രിങ് യു പെറ്റ്സ്. സോ രാവിലെ നിങ്ങൾ വരുവാണെങ്കിൽ വർക്കല എൻജോയ് ചെയ്യുക, വിത്ത് യർ പെറ്റ്സ് വരാം, എന്നിട്ട് ഇവിടെ വരിക, ഫുഡ് കഴിക്കുക. ഒരു ഹൈലൈറ്റ് ഇവർ പറഞ്ഞു, ഇവരുടെ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് എനി ടൈം കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കിട്ടില്ല എന്നുള്ളൊരു വിഷമം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എനി ടൈം നിങ്ങൾക്ക് ഇവിടെ വരാം, യു ക്യാൻ ചിൽ വിത്ത് യർ ഫാമിലി, പെറ്റ്, അടിപൊളി ഫുഡ് കഴിക്കുക, നല്ല സൈലൻറ്റ് ആംബിയൻസ് ആവുക, അടിച്ചു പൊളിക്കുക, പോവാം. വെൽക്കം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദ ഷോ ഇസ് കോൾഡ് 101 രുചിയിടങ്ങൾ. 101 രുചി ഇടങ്ങൾ.
Nuti unnu ruji idangal. Okay. You know what? It took 2 days for me to study this thing, and you said it in one time. Okay, അപ്പോൾ എൻ്റെ പ്രേക്ഷകരെ 101 രുചിയിടങ്ങളിലേക്ക് വീണ്ടും 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 സ്വാഗതം. With me, beautiful Alina. Hi guys. With her, another beautiful Elina. അപ്പോൾ എന്തായാലും എൻ്റെ ലൈഫിൽ, I hope you understand what I'm speaking. Trying. Yeah, okay. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ മറ്റൊരു അലീനയായിട്ട് ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഏറെ സന്തോഷത്തിലുമാണ് ഞാൻ. ഷീസ് ഗോണ കുക്ക് ടുഡേ. ഓക്കെ, സോ ബേസിക്കലി അലീനയ്ക്ക് അധികം അധികം മലയാളം അറിയില്ലാത്തതുകൊണ്ട് ഷീ വുഡ് ബി സ്പീക്കിംഗ് ആൻ ഇംഗ്ലീഷ്. അതിൻ്റെ മലയാളത്തിലുള്ള വേർഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. Try to speak in Malayalam. Let's see how far it's gonna happen. Let's see. Let's try. So, you normally talk in Ukraine or Russian language? Normally we talk in Russian, but Okay. in Ukraine we have both of languages used. ശരി Yeah. ശരി. അപ്പോൾ അലീന എന്ന് പറയുന്ന ഒരു യുക്രൈൻകാരിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി റഷ്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ യുക്രൈൻ ഭാഷയിലാണ് നോർമലി സംസാരിക്കുക. പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കുമെങ്കിലും എനിക്ക് കേൾക്കാൻ ഒരു കൊതി. How do you invite people to the show in Russian language? Добро пожаловать. അയ്യോ എന്ത് ഈസി. Добро пожаловать. Exactly. It's right. Yeah. Oh my god. That's perfect. That's perfect pronunciation. Yeah, that's perfect. Are you serious? Really, it's perfect. റഷ്യൻ ലാംഗ്വേജ് ഇത്ര എളുപ്പമാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ഒരു വാട്ടർമെലനോ പൈനാപ്പിളിൻ്റെ പീസോ വായിലിടുക. നമ്മുടെ ദിലീപേട്ടൻ ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് ഷായും ഷീയും ചേർത്ത റഷ്യൻ ലാംഗ്വേജ് ആവും. അതാണ് റഷ്യൻ ലാംഗ്വേജ്. ഓക്കെ, സോ യു ഇൻവൈറ്റഡ് ദ വ്യൂവേഴ്സ് ടു ദ ഷോ. നൗ വി ആർ ഗോണ കുക്ക്. നോട്ട് ഗോണ കുക്ക്, ബട്ട് വി ആർ ഗോണ പ്രിപ്പയർ സംതിങ്. Yeah, exactly. We're gonna prepare a breakfast, a healthy option of the breakfast, which is a smoothie bowl. ഓക്കെ, ഇതൊക്കെ ഒന്ന് മലയാളത്തിൽ പറഞ്ഞേ. ഇല്ല, ഒന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. കുറച്ചെങ്കിലും മലയാളം. Oh, this is I cannot say it like that. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെരി ഗുഡ്. Okay. 6 years you're here? 6 വർഷം. 6 വർഷം. 6 വർഷം. But it's pretty good. You're actually trying to speak in I'm Malayalam. trying to speak. Sometimes it helps me a lot. Too good. ഈ ഒരു field, how did you come to this field? To the field of the hosting people in the restaurant. Yeah, and this cooking and all that. It was my passion to cook for my friends and family, and I like to see the happiness in their face when they're getting the food and they enjoy it. So once I get the opportunity from my friends who invite me here in Varkala to start the business together, to start a small cafe here, I just decided to go with it and just to try. So your friends are Malayalis or? My friends also from Ukraine, and we Okay. are friends for 13 years already. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു. ഇത്രേ ഉള്ളൂ. അതായത് പുള്ളിക്കാരത്തിൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവർ ടൂറിസ്റ്റായിട്ട് യുക്രൈനിൽ നിന്ന് വന്നതാണ്. ഇവിടെ വന്ന് പ്രോപ്പർട്ടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങി. അങ്ങനെ ഷീ കെയിം ഇൻ, എന്നിട്ട് അവർ തുടങ്ങിയതാണ്. സോ ഇറ്റ്സ് ഇൻഡ കഫേ. It's in the cafe on the property of Inda Hotel. ഓക്കെ, സോ യു ഹാവ് another property also? We have another property which Okay. is True Thomas Restaurant. Okay. It's just nearby. It's like 50 meters walking Okay. distance, and we're serving there Indian food. ഓക്കെ, സോ ട്രൂ തോമസ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വേറൊരു കഫേ ഉണ്ട്. അവിടെ ഇന്ത്യൻ ഫുഡാണ്. സോ ബേസിക്കലി ഹിയർ വി ഹാവ് എ മച്ച് ഓഫ് വെസ്റ്റേൺ സ്റ്റൈൽ. Here is more continental Continental, food okay. and Italian food. ഇവിടെ കൂടുതലും ഇറ്റാലിയനും കോണ്ടിനെന്റലും ആണെങ്കിൽ ട്രൂ തോമസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കഫേ ഉണ്ട്. അവിടെ കുറച്ചും കൂടെ ഇന്ത്യൻ ടൈപ്പാണ് ഇവർ സെർവ് ചെയ്യുന്നത്. വാട്ട്സ് വിത്ത് ദ നെയിം കോൾ ഇൻഡ? Inda, it's a kind of expression like when you're saying, like if someone will ask you, where are you? And you said, I'm in the house or I'm in the hotel. It means I am here, in there, but we make it short in a slang way, Inda. ഇൻഡ. Yeah. ഇൻഡ. നൈസ്. Inda, yeah. And also it sounds similar with India, so it's like it's something that's connected also. Okay, so let's begin. Let's We begin. have nothing to cook here. Yeah, okay? we just need to grind the fruits. So what I'm doing now, We're making a smoothie. we're making a smoothie bowl Okay. with topping of the fruits, seeds and nuts, which gives more nourishment for the kickstart your day. ഓക്കെ, To kickstart your അപ്പം സ്മൂത്തിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സ്മൂത്തി നോർമലി എത്ര പേർക്ക് അറിയാം എന്നുള്ളത് എനിക്ക് ഐ എം ഡൗട്ട്ഫുൾ. പക്ഷേ സ്മൂത്തി നോർമലി കഫേസിലൊക്കെയാണ്, വീടുകളിൽ വളരെ കുറവാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ഹെൽത്ത് ഡയറ്റിംഗ് ഒക്കെ സമയത്താണ് ഈ സ്മൂത്തി ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്.
വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എപ്പോഴും ഒരു സംശയമാണ് സ്മൂത്തി. പക്ഷേ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് തരുന്നത്. അപ്പോൾ ഈ സ്മൂത്തി എന്ന് പറയുന്നത് നമ്മൾ ബൗളിൽ കഴിക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സോ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ ഈ സ്മൂത്തി നിങ്ങൾക്ക് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. ഒരു തിക്കായിട്ടുള്ളൊരു പോറേജ് പോലെ ഇരിക്കുമെങ്കിലും അതിന് കുറേ ടെക്സ്ചറിനൊക്കെ ഓരോ വ്യത്യാസങ്ങൾ വരും. അപ്പം അലീന നമുക്കൊരു ഇത് ടിപ്പ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നല്ല ടെക്സ്ചറിൽ ഇരിക്കാൻ വേണ്ടി നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ, യു യൂസ് ബനാന, റൈറ്റ്? Yeah, I use bananas. Okay. I use inside of the smoothie there will be bananas, papaya and No, pineapple. I'm asking about this one. Yeah, This bananas. banana. Okay. Yeah, frozen അപ്പോൾ banana. ഏത്തപ്പഴം നമ്മൾ തലേ ദിവസം എടുത്ത് കട്ട് ചെയ്തിട്ട് യു കീപ് ഇറ്റ് ഇൻ ദ ഫ്രിഡ്ജ്, In a freezer. ഫ്രീസർ. ഓക്കെ. ഈ ഏത്തപ്പഴം എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതായത് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. അതായത് ഫ്രോസൺ പഴം, ഫ്രോസൺ ആയിട്ടുള്ള ബനാന അല്ല, തണുത്ത ഫ്രീസറിൽ ഇരിക്കുന്ന തണുത്ത പഴമാണ് നമ്മൾ അടുത്ത ദിവസം ഈ സ്മൂത്തിക്ക് വേണ്ടി ഇതിന് ടെക്സ്ചർ കുറച്ചും കൂടി അടിപൊളിയാകാൻ വേണ്ടി യൂസ് ചെയ്താൽ നല്ലതാണെന്നാണ് പറയുന്നത്. സോ ഹിയർ വി ഗോണ യൂസ് ഫ്രൂട്ട്സ്. Here we're going to use fruits. Okay. We're going to use papaya. We're going to use pineapple, banana to grind inside the blender. Okay. And then we will top it with our favorite toppings, which will be muesli, nuts, seeds, little bit of mint leaves, Okay. and the coconut, grated coconut and But watermelon. normally in smoothie you don't add coconut, right? It depends. It's your taste preferences. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് സ്മൂത്തി ഉണ്ടാക്കുന്നത്. പപ്പായ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മിൻറ്റ് ഉണ്ട്, മുസ്ലി ഉണ്ട്, ബനാന ഉണ്ട്. തേങ്ങ എടുത്തിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫ്ലേവർ ഇഷ്ടം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അത് പറയാണ്ട് കാഷ്നട്ട്സ് ഉണ്ട്. വാട്ട് ആർ ദീസ് ടു? This is the mixed seeds, which Okay. is the sunflower seeds and the flax seeds, and Okay. the chia seeds, which Okay. will gives us more nutrition. Okay, that is like for the power. topping, right? Yeah, it's only for the ഓക്കെ, topping. അത് ടോപ്പിങ്ങിന് വേണ്ടിയാണ്. അത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ രാവിലെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് തരാം. ആൻഡ് ഇതൊരു ബൗൾ കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാണ് അല്ലേ? Exactly. കണ്ടു, മനസ്സിലായി. ആൻഡ് വി യൂസിങ് വാട്ടർമെലൺ ഓൾസോ. For topping, yeah. ഓക്കെ, അതൊക്കെ ടോപ്പിങ്ങിന് വേണ്ടിയാണ് വാട്ടർമെലൺ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് ആദ്യം നമുക്ക് ചോദിച്ചറിഞ്ഞ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. For this we need a grinder. For this you need the mixer, Okay. yeah, the grinder, or a regular blender which you can have at home. Okay. Like any will Okay. work. Yeah. So we need to cut the papaya, pineapple, add to it. Add to it and Mix it. and add the bananas and a little bit of lemon. Okay, juice so and we don't mix use it. any milk or curd or anything. No, we don't use anything. Okay, perfect. So I will start with cutting the fruits. Okay. Okay. പഴുത്ത പപ്പായ ആയിട്ടാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പം നോർമലി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ മിക്സിയിൽ ഇടാൻ പോകുന്നത്. Then we will add our frozen bananas. ഓക്കെ, എടുത്ത് വെച്ചിരിക്കുന്ന തലേ ദിവസം നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഏത്തപ്പഴമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പൈനാപ്പിളും And the last thing what we should add, the Lime. juice of 1 lemon. ഓക്കെ, നമ്മളിവിടെ ഫ്രൂട്ട്സ് ഉപയോഗിച്ചാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ പപ്പായയും പൈനാപ്പിളും പിന്നെ നമ്മൾ തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഏത്തപ്പഴം, ഫ്രോസൺ ഏത്തപ്പഴവും കൂടെ എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ആയി, അതായത് കടിക്കുന്ന പരുവത്തിന് പോലും ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് ഗ്രൈൻഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലിക്വിഡി പോറേജ് ഫീലിംഗിൽ ഇച്ചിരി തിക്കായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഫ്രൂട്ട്സ് ഉപയോഗിച്ചാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ പപ്പായയും പൈനാപ്പിളും പിന്നെ നമ്മൾ തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഏത്തപ്പഴം, ഫ്രോസൺ ഏത്തപ്പഴവും കൂടെ എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ആയി, അതായത് കടിക്കുന്ന പരുവത്തിന് പോലും ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് ഗ്രൈൻഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലിക്വിഡി പോറേജ് ഫീലിംഗിൽ ഇച്ചിരി തിക്കായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാട്ടർമെലനും തേങ്ങയും ബാക്കി ഐറ്റംസും അതിലേക്ക് ആഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മേളിൽ ഗാർണിഷ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. സോ യു ക്യാൻ കട്ട് ദ വാട്ടർമെലൻ. നമ്മൾ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണേ. ഓക്കെ, പപ്പായയും പൈനാപ്പിളും ബനാനയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ബേസ് ആണ് നമ്മൾ ഇവിടെ ബൗളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. So we start our garnishing. This is optional, right? This is everything could be optional. Because I don't like cooking it. You don't like cooking? I think eating raw. Oh. That's okay. Yeah. But it gives a nice crunch. Okay. Yeah. So we start garnishing with the muesli. Okay. And then we place the watermelon. The main thing about every food, you should make it look nice also. Okay. So it's not only nourishing your body, but also your soul. Mental. Yeah, soul. Happiness. Yeah, mental At happiness. least one picture for Instagram. Yes, yes, also. Little bit of coconut, just a little bit. Okay. Some nuts. Yeah. Cashew nuts. Cashew nuts, almonds, any nuts will do. Like any nuts will go for Okay. this. Mix it. Okay.
little bit chia seed, and mint leaves, just to give a color and a nice flavor. ഓക്കെ, അപ്പോൾ ഇതാ സ്മൂത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സ്മൂത്തി. ഓക്കെ, അലീന സ്പെഷ്യൽ സ്മൂത്തിയാണിത്. ഇന്ത്യ കഫേയിലെ സ്മൂത്തിനെ പറ്റി ഇപ്പം എങ്ങനെയാണ് നമ്മൾ പറയുക? ഒരു അടിപൊളി മീലാണ്. അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെൽത്തി ആയിട്ട് വയറ് ഫില്ലാവുന്ന രീതിയിലുള്ള ഒരു മീലാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഫ്രൂട്ട് ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കടിച്ച് തിന്നുന്ന ഫ്രൂട്ട്സ് നമ്മൾ മിക്സിയിലിട്ട് ഒരു ജ്യൂസ് പരുവത്തിൽ അല്ലെങ്കിൽ ഒരു പൾപ്പി പരുവത്തിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിലുള്ളത്. പിന്നെ നന്നായിട്ട് ബനാനയും പപ്പായയൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായ പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അങ്ങനെ വർക്കലയിലെ ഇന്ത്യ കഫേയിലെ വിശേഷങ്ങൾ ഒന്നും ഇവിടെ തീരുന്നില്ല. ഇനിയും ഒരുപാട് കാഴ്ചകളും രസകരമായ മൊമെന്റ്സും ഉണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്. വർക്കലയിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും 101 രുചിയിടങ്ങളിലൂടെ.